തുടക്കം മുതലേ ഹംസപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹംസപ്പക്കാരെ ഏറ്റവും കൂടുതൽ ഫോളോ ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ് അതിനാണ് വന്നത്. നമ്മളൊക്കെ ഉദ്ദേശം എന്താ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിന് പുള്ളി എനിക്കങ്ങനെ കൊറേ ചിരിക്കണം, എന്ത് പറയാ ചിരിക്കും. എനിക്ക് കൊറേ പ്രാവശ്യം പറഞ്ഞോട്ട് തെറ്റിക്കുന്ന കാരങ്ങളില് കൂടുതൽ ഞാൻ തന്നെയാണ്. എനിക്ക് ക്യാമറ ഓൺ ആക്കിയാണ് വെക്കും. അതിൽ ആ ഡയലോഗ് പറയും തെറ്റി, പിന്നെയും പറയും, അങ്ങനെ ചെയ്ത് ലാസ്റ്റ് തന്നെ ശരിയാവും. ഞങ്ങൾക്ക് ഇതിൽ ഭാവി ഉണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ഡെയിലി ഇങ്ങനെ ചെയ്യും. പിന്നെ നമുക്കതൊരു ഹരായി. ഇതില് സെലിബ്രിറ്റികളൊക്കെ വരൽ തുടങ്ങി. ആദ്യം സിനിമ ഡയലോഗിനാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പൊ അതിലൊന്നും ലൈക്ക് കിട്ടിയില്ല. ഓൺ വോയിസിൽ മാറിയപ്പോൾ ആൾക്കാര് ഞങ്ങളെ ഈ ഭാഷ തെരഞ്ഞെടുത്തു. ഈ ഭാഷ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. ശരിക്കും ഈ മലപ്പുറം നമുക്ക് നമ്മൾ ജനിച്ചത് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടോ? പുറത്തൊക്കെ ആൾക്കാരെ കളിയാക്കി മലപ്പുറംകാരെ അറിയുമ്പോൾ ഈ ഭാഷനെ കളിയാക്കി ആൾക്കാർ. അപ്പൊ അതൊക്കെ മാറിയിട്ട് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി എന്നുള്ളൊരു ഇത് വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഒരു മലപ്പുറംകാരൻ എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾക്ക് സന്തോഷമായി തുടങ്ങി. ഓക്കെ, ശരിക്കും നിങ്ങളും ലാല ടീമൊക്കെ ഒന്നല്ലായിരുന്നോ? ഒരുമിച്ചല്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ട് രണ്ട് ടീമായി മാറി? പിന്നെ അവന് എന്താ സ്വന്തമായിട്ട് ചെയ്യല. ഞങ്ങള് പറഞ്ഞിരുന്നു ഇത്രയും ആൾക്കാര് കൂടി കഴിഞ്ഞാല് എന്താ ഇപ്പൊ ഞങ്ങളൊരു ടീം പ്രൊമോഷൻ വിളിച്ചു എല്ലാവർക്കും ഓരോക്കെ ഉണ്ടാവില്ല. ഓനിപ്പോ ഞങ്ങളൊപ്പം കൂടി എഴുതിട്ട് ഞങ്ങള് വലുതാവണമില്ല ചെറുതാവണമില്ല. പക്ഷെ ഓന് ആ കുഞ്ഞാപ്പൂവിനൊപ്പം കൂടിയപ്പോ വലുതായി. പക്ഷെ ആളുകള് നേരെ തെറ്റിദ്ധരിച്ചു. വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ ഒരു ഗോഡൌണില് ഒതുക്കുമെന്നൊക്കെ ചിലപ്പോ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഓര് പറയും അടാ ഈ പണി എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളിന്ന്. ആ സാധനം തന്നെ ഞങ്ങളും പറയും. ഞങ്ങളെ കൂടെ പുതിയ ആൾക്കാർ വന്ന് വൈറലായി കഴിഞ്ഞാല് ഇനി വേറെ നിങ്ങൾക്ക് ഇതിലേറെ മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളുണ്ടെന്ന് പറയും. ഞങ്ങൾ 10 കൊല്ലമായിട്ട് എന്താ ആമേന്റെ പോലെ ഏഞ്ഞ് ഇപ്പൊ 7 ലക്ഷം കഴിഞ്ഞു. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങൾ ജസ്റ്റ് വെറുതെ രസത്തിന് ഞങ്ങളൊരു സന്തോഷത്തിന് മാത്രമാണ് വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ വൈറലാവുന്നോ ഇങ്ങനെ ഒരാളാവുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരുന്നോ ഒന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ പറയും ഞങ്ങൾക്ക് പണിക്ക് പോകാൻ സൗകര്യം ഞങ്ങൾ ഇതിന്റെ രസം പിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ പറയും ഇത്രയും ലക്ഷങ്ങളൊക്കെ കിട്ടുമ്പോ ആരെങ്കിലും ഇനി 500 റുപ്യന്റെ ഒക്കെ പണിക്കൂർ ചങ്ങായി. ഞങ്ങൾ അത് കുറെ പോയതാണ്, ഞങ്ങൾക്ക് മടുത്തു. 2-3 കൊല്ലം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അതാർക്കും അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് വൈറലായി വന്ന ഒരാൾക്കാരല്ല ഞങ്ങൾ 2-3 കൊല്ലം വീഡിയോ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്ത് വന്നിട്ടാണ് വൈറലായത്. പക്ഷെ ഈ വൈറലായതിനു ശേഷം ഞങ്ങൾ പിന്നെ ഒരു 2 കൊല്ലത്തെ വീണ്ടും പണിയെടുത്തിട്ടുണ്ട് അവിടെ തന്നെ. ഹലോ, വെൽക്കം ടു ഗാലറി വിഷൻ മീഡിയ. ഞാൻ നൈനിഷ. ഇന്ന് എന്റെ കൂടെ ഒരു മലപ്പുറം ടീമിനെ തന്നെ ഞാൻ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു മലപ്പുറംകാരാണ് ഇവരെ സ്വാഗതം ചെയ്യാൻ സന്തോഷപൂർവ്വം. ഹലോ, പറയൂ, പേര് പറയൂ. ഹംസപ്പ മലപ്പുറം. ഇതിനാ ഇത് ചോദിക്കുന്നല്ലേ, എല്ലാവർക്കും അറിയാം. എന്നാലും പറയട്ടെ അല്ലെ, കേട്ടെ. ഫാറൂഖ് മലപ്പുറം, മുനീർ മലപ്പുറം. ഈ മലപ്പുറം അങ്ങ് എടുത്തതാ, എടുക്കുക. എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി മലപ്പുറത്തെ? ഒരു 10 കൊല്ലമായില്ലേ? ഞാൻ 3 നിങ്ങൾ ഇവിടുത്തെ യങ് സ്റ്റുഡന്റ് അല്ലേ? പ്രായം കൊണ്ട് വേലയാണെങ്കിലും ലാലാന്റെ ഗ്യാപ്പിൽ കയറിയതാ. സെറ്റ് ആയിട്ടുണ്ട് പക്ഷേ കേട്ടോ. അതെ, ലാലക്ക് ഇപ്പൊ മേക്കപ്പ് ഇടണ, ഇയാൾക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് എപ്പോഴും ഒരു വാപ്പാന്റെ റോള് ഉണ്ടാവും ഞങ്ങളെ കൂട്ടത്തിൽ. ഞങ്ങളെ ഫാനാ. ഏറ്റവും ഫാൻസ് ആർക്കാ അതില്? അല്ലല്ല, ഹംസപ്പന്റെ മെയിന്. ഇവര് രണ്ടാളും നമ്മളെ ഗുരുനാഥന്മാരാ. അപ്പൊ അവർക്ക് തന്നെ ഫാൻസ് ഒക്കെ അല്ല. ഹംസപ്പ അങ്ങൊക്കെ ഫാന്. എനിക്കൊക്കെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാം. ഹംസനെ കാണുന്നുണ്ട്, ഞാൻ വീഡിയോ കാണും. ഏറ്റവും രസം എന്താണെന്നറിയോ? ആ വർത്താനം. അല്ലെ, തുടക്കം മുതലേ ഹംസപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹംസപ്പക്കാരെ ഏറ്റവും കൂടുതൽ ഫോളോ. സത്യമായിട്ടും അല്ലേ? ഇത്രയും എന്തുകൊണ്ട് ലേറ്റ് ആയി? എവിടെയായിരുന്നു? അങ്ങനെ ഞാനേ കുടുംബം നോക്കുമ്പോണ്ടേ അങ്ങനെ അയാൾ ഗൾഫിലേന്ന്. അയാള് ലീവിന് വന്നിട്ട് ലീവിനല്ല ഒക്കെ അല്ല അവിടെ പിന്നെ കൊറോണ സമയമൊക്കെ അതിന് ശേഷം പിന്നെ ക്യാൻസർ ആക്കി പോകുന്നതിന് ശേഷമാണ് ഇവരപ്പം കൂടിയത്. അതെ, അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ എനിക്ക് അഭിനയത്തിന്റെ ഒന്നും അറിയില്ല. അപ്പോഴാണ് ഫാറൂഖ് പറഞ്ഞു, മുനീറുബൊക്കെ പറഞ്ഞു നമുക്ക് ചെയ്തു നോക്കാം. അങ്ങനെ മലപ്പുറം കൂടിയതാണ്. അതാ എന്തായി പിന്നെ മുനീർക്ക നിങ്ങൾ പറയും എന്തായി പിന്നെ? അല്ലേ ഒരു സമയങ്ങളല്ലേ നിങ്ങൾ ശരിക്കും വിചാരിച്ചോ ഹംസപ്പ? പ്രായമൊക്കെ ആയി, ഗൾഫിലതൊക്കെ കഴിഞ്ഞ് ഇവിടെ വരുന്നു അല്ലേ? ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി ലൈഫ് ഉണ്ടാവും വിചാരിച്ചോ? ഒരിക്കലും എന്താ 2 പെൺമക്കളാണ്. കല്യാണം കഴിച്ചു കൊടുത്തു. രണ്ടാളും ജോലിയുണ്ട്.
ഒരാൾ ദുബായിൽ ജോലി പോലെ ചെലവിൽ ഇങ്ങനെ അടിപൊളിയായി നടക്കുകയാണ്. ലൈഫാണ് ഇപ്പൊ റിട്ടയർമെന്റ് ആണ് അതിനിടയ്ക്ക് ഒരു എൻജോയ്മെന്റ് പിള്ളേരെ കൂടെ ചെയ്യാം. അല്ല റാത്താണ് ഇപ്പൊ. ഫറൂഖ, നിങ്ങൾക്ക് എപ്പോൾ മുതൽ അത് ചെയ്യാം, ഇങ്ങനെ ഒരു സാധ്യത ഇതിലുണ്ടെന്ന് എപ്പോ മുതൽ തോന്നി? ഞങ്ങളെ വെറുതെ ഒരു എന്റർടൈൻമെന്റിന് തുടങ്ങിയതല്ലേ. ഇപ്പൊ നമ്മള് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇടണു, അതേപോലെ ഇതിലും വെറുതെ ഓരോരോ വീഡിയോസ് ഞാനും മുനീറും ചെയ്ത്, മുനീറാണ് അത് ഇങ്ങനെ കാണിച്ചത്. ഒരു സാധനം വന്നിട്ടുണ്ട്, ഡബ് സ്മാഷ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന സാധനമാണല്ലോ ടിക്ടോക്ക്. അപ്പൊ വെറുതെ ഇങ്ങനെ ചെയ്യല്ലാണ്ട് അങ്ങനെ ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഇതിൽ ഭാവി ഉണ്ട് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ഡെയിലി ഇങ്ങനെ ചെയ്യും, പിന്നെ നമുക്ക് അതൊരു ഹരായി. അപ്പൊ എന്താ ഇതില് സെലിബ്രിറ്റികളൊക്കെ വരല് തുടങ്ങി. നമ്മൾ ഈ സിനിമയില് മാത്രല്ലേ സെലിബ്രിറ്റികളെ കണ്ടിട്ടുള്ളൂ. അപ്പൊ അവര് മീറ്റപ്പ് വെക്കുന്നു, പക്ഷെ നമ്മളൊന്നും വിളിക്കൂലല്ലോ, കാരണം അവരത്രയും വലിയ ഫോളോവേഴ്സ് ഇല്ലല്ലേ വിളിക്കുക. അപ്പൊ അതൊക്കെ കാണുമ്പോ അങ്ങനെ പൂതിയാവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പിന്നെ ഓൺ വോയിസിക്ക് മാറി. ആദ്യം സിനിമ ഡയലോഗിനാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അതിലൊന്നും ലൈക്ക് കിട്ടിയില്ല. ഓൺ വോയിസിൽ മാറിയപ്പോ ആൾക്കാര് ഞങ്ങളെ ഈ ഭാഷ തെരഞ്ഞെടുത്തു. ഈ ഭാഷ അങ്ങനെ എല്ലാവർക്കും അറിയില്ല. സൗണ്ട് വരുന്നുണ്ടോ? ഇവിടെ മയിലും പന്നികളൊക്കെ ഉണ്ട്. പന്നിയുണ്ടോ അവിടെ? അത് രാത്രിയോള് വരിക. ഇവിടെ മയിലും പന്നികളൊക്കെ ഉണ്ട്. മുനീർക്ക, നമ്മളിപ്പോ ഈ മലപ്പുറം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. ശരിക്കും ഈ മലപ്പുറം നമ്മൾ ജനിച്ചത് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാല് ഞങ്ങള് വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോ മലപ്പുറം ഭാഷ പറഞ്ഞു വരുമ്പോ ആൾക്കാര് ആദ്യമൊക്കെ കളിയാക്കിയിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഈ മലപ്പുറത്തിലെ ഓൺ വോയിസ് ആയിട്ട് അധികം ആൾക്കാർ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങുമ്പോ. പിന്നെ ആൾക്കാർക്ക് ഞങ്ങളെ വോയിസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു തുടങ്ങി, നമ്മളെ സംസാരം കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് ഗൾഫിൽ നിന്നൊക്കെ കോള് വന്നിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. കാരണം അവിടെ പുറത്തൊക്കെ ആൾക്കാരെ കളിയാക്കിയിരുന്നു, മലപ്പുറംകാരെ അറിയുമ്പോൾ ഈ ഭാഷനെ കളിയാക്കിയിരുന്ന ആൾക്കാർ. അപ്പൊ അതൊക്കെ മാറിയിട്ട് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി തുടങ്ങി എന്നുള്ളൊരു ഇത് വന്നു. അപ്പോഴാണ് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാല് ഒരു മലപ്പുറംകാരൻ എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾക്ക് സന്തോഷമായി തുടങ്ങി. ഞങ്ങൾ മലപ്പുറം ടൗണിൽ അല്ലെങ്കിൽ പോലും മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ പെരിന്തമണ്ണ എന്നുള്ളൊരു പാലക്കാട് ജില്ലയുടെ തൊട്ടടുത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ശരിക്ക് മുനീർ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ ഫാറൂഖ് പെരിന്തൽമണ്ണ, ആ ഒരു രീതിയിലാണ് ഇടേണ്ടത്. കാരണം ഞങ്ങളെ സിറ്റി പെരിന്തൽമണ്ണയാണ്. ഇവിടുന്ന് 20 കിലോമീറ്റർ പോകണം മലപ്പുറത്തേക്ക്. അപ്പൊ ആൾക്കാർ വിചാരം ഞങ്ങളെ സ്ഥലം മലപ്പുറമാണ്, ഞങ്ങൾ ആ ജില്ലനെയാണ് ഏറ്റെടുത്തിട്ട് പിടിക്കാൻ നോക്കി. അപ്പൊ ആ ഒരു ജില്ലന്റെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ ഞങ്ങൾക്ക് മൊത്തത്തിലാണ് സപ്പോർട്ട് കിട്ടിയത്. പക്ഷെ നിങ്ങളെ കേവലം മലപ്പുറംകാര് മാത്രല്ല, എനിക്ക് തോന്നുന്നു ഭയങ്കര അല്ലേ, ശരിക്കും എനിക്ക് എവിടെയൊക്കെ വരെ ഫാൻസ് ഉണ്ട്. ഇന്ത്യ മാത്രല്ല അല്ലേ? ആദ്യം മലപ്പുറം ജില്ലയിൽ കൂടി ഇങ്ങനെ കറങ്ങി. അപ്പൊ മലപ്പുറംകാരാണ് ഞങ്ങളെ പൊക്കി എടുത്ത് മോളിക്ക ആക്കി തന്നത്. പിന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കണ്ടത്, അറിയാൻ തുടങ്ങി. പിന്നെ ഭയങ്കര സപ്പോർട്ടാണ് ഞങ്ങളെ ജില്ലയില്. അതെ, ഭയങ്കര സ്നേഹമുള്ള ആളുകളാ ശരിക്കും. ഞാനൊരു കോഴിക്കോട്ടുകാരിയാണ്, ഞങ്ങൾ ഒട്ടും സ്നേഹത്തിൽ പുറകൊന്നുമല്ല. മലപ്പുറം എന്ന് പറഞ്ഞാൽ പ്രത്യേക സ്നേഹമാണ് ഞങ്ങളെക്കാളും കുറച്ച് കൂടുതലാണ് തോന്നുന്നു. എത്തിരിയുള്ളൂ. അല്ല, ഇത് പറഞ്ഞു കഴിഞ്ഞാല് കമന്റിലും അറിയാത്തവരെ മലപ്പുറം തുടങ്ങി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ടോ പെരിന്തൽമണ്ണ എന്താ വെക്കാനേന്ന് ചോദിച്ചിനോ? അതായത് ഞങ്ങൾ ഫസ്റ്റ് വീട് ഇട്ട് തുടങ്ങുമ്പോ മലപ്പുറം എന്നുള്ള പേരിലാണ് ഞങ്ങൾ ഇട്ട് തുടങ്ങിയത്. അപ്പൊ ഞങ്ങളെ അറിയപ്പെട്ടത് ഇപ്പൊ ഫാറൂഖ് മലപ്പുറം, മുനീർ മലപ്പുറം, അങ്ങനെയാണ് ഞങ്ങൾ ഫസ്റ്റ് അറിയപ്പെട്ട് തുടങ്ങിയത്. അപ്പോ പെരിന്തൽമണ്ണ വലിയൊരു സിറ്റി, കുഴപ്പമില്ലാത്ത സിറ്റി ആണ്, പക്ഷെ വലിയൊരു സിറ്റിന്റെ അറിയപ്പെടുന്ന മലപ്പുറമാണ്. പിന്നെ ഈ ഭാഷയും മലപ്പുറം അല്ലേ വരുന്നത്. അപ്പൊ എല്ലാരും മലപ്പുറം എന്നുള്ളത് പറയുന്നോണ്ട് അപ്പൊ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കോള് വന്ന കാര്യങ്ങൾ മലപ്പുറം ജില്ലയിലെ ആ ഭാഷ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി പിന്നെ മലപ്പുറം തന്നെ വെക്കാം. എറണാകുളത്തിലെ ആൾക്കാർക്ക് ചിലപ്പോ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞാൽ അറിഞ്ഞില്ലെങ്കിലോ, അറിയില്ല. അപ്പൊ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്തായാലും അറിയാലോ. അപ്പൊ ആ ഒരു രീതിയിലാണ് ഞങ്ങൾ മലപ്പുറം എന്നുള്ളത് വെച്ചത്. പിന്നെ മലപ്പുറം ആ ഭാഷ വെച്ചിട്ടാണല്ലോ ഞങ്ങൾ കളിക്കണേ. അപ്പൊ പിന്നെ മലപ്പുറം ഞാൻ പറയട്ടെ, ഈ ഒരു സോഷ്യൽ മീഡിയ വേണ്ടി വന്ന് നമ്മുടെ മലപ്പുറം ഭാഷയൊക്കെ എത്ര അടിപൊളിയാണെന്നുള്ളത് മനസ്സിലാക്കി തരാം. പണ്ടൊക്കെ സിനിമാക്കാരൊക്കെ ആകെ കോളാക്കിയിട്ടാ ചെയ്തത്. ഒരു സംഭവമായിരുന്നത്. അവർ യഥാർത്ഥ മലപ്പുറം ഭാഷ അവര് ചെയ്തിരുന്നില്ല. പിന്നെ ഇപ്പോഴാണ് സുഡാനി ഫ്രം നൈജീരിയ, ആ ഒരു മോഡൽ, അതൊക്കെയാണ് ഒറിജിനൽ ഭാഷ. നമ്മള് ആള് വരുന്ന സമയത്തെ എങ്ങനെയാ, ആൾക്കൊരു സ്ക്രീൻ ടെസ്റ്റോ ഇന്റർവ്യൂ എന്തെങ്കിലും കൊടുത്തിട്ടാണോ കയറ്റി? ആദ്യം അഭിനയിക്കാൻ ഞങ്ങളിപ്പോ ലാലാണെങ്കിലും ഇനിയിപ്പോ വേറെ ബാവ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, ചിക്കും ഞങ്ങളിപ്പോ അഭിനയിച്ചിട്ടുണ്ട്. അതാ മയിലതാണ്. ഞങ്ങളവിടെ ഒന്നും മയിലില്ല.
എനിക്ക് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എസ്തപ്പ പേരെന്തേരി ഈ ഇതിത്തെ ലൂസിഫർത്തെ അതായിരുന്നു എന്റെ കൂടെ പഠിച്ചൊരു കുട്ടീനെ അവന്റെ പേര് എസ്തപ്പ എന്നേനി വിളിക്കുന്നത്. ശരിക്കും ഇവിടെ എന്തൊരു ഭംഗിയാ അല്ലേ. ഇപ്പൊ ശരിക്കും നമ്മള് ഫാറൂഖിന്റെ വീട്ടിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. ഈ വീടിനെ പറ്റി ഞാൻ ഇതൊന്നും ചോദിക്കണ്ടെന്ന് വെച്ചിട്ടാ തലയിലേക്ക് കൊത്തുവോ പോയില്ലേ. കാരണം അത്രമാത്രം നമ്മൾ ഈ വീടിനെ പറ്റി ചർച്ച ചെയ്ത് അല്ലേ. ഇപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ഒരാള് സ്വന്തമായി ഇതിന്നെടുത്ത ഒരു പൈസ കൊണ്ട് ഒരു വീട് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു അംസഫ? സന്തോഷം. അല്ലാതെ പറയാ മുനീറിന്റെ അടുത്ത കുടിയിരിക്കലാണ്. പണി നടന്നുകൊണ്ടിരിക്കാണ്. ഇനിയിപ്പോ പെയിന്റിംഗ് ആണ്. എവിടെയാ? ഇവിടുന്ന് കുറച്ച് പോകാനാണ്. ഇവിടുന്ന് അടുത്തന്നെ 1 കിലോമീറ്റർ 1 കിലോമീറ്റർ തന്നെ. അംസപ്പനെ ആദ്യം തന്നെ കയറ്റിയിട്ടു. ഞാൻ പറഞ്ഞില്ലേ ഫുൾ സെറ്റിൽ. അതിന് ശേഷമാണ് ഞങ്ങളപ്പം കൂടിയത്. മൂപ്പർക്കില്ലേ ജസ്റ്റ് ഫോർ ആൻ എന്റർടൈൻമെന്റ്, അതിനാണ് വന്നത്. നമ്മളൊക്കെ ഉദ്ദേശം എന്താ പൈസ ഉണ്ടാക്കുക എന്നുള്ളതിന്. പുള്ളി എനിക്കങ്ങനെ കൊറേ ചിരിക്കണം. എന്ത് പറയാ ചിരിക്കും. എനിക്ക് അപ്പൊ ഈ പിന്നെ ചിരിപ്പിക്കൽ തുടങ്ങി. കൊറേ ഒറ്റ ചെറിയ ഒരു വിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അംസപ്പ നിന്ന് ചിരിക്കണ. ഇപ്പൊ അംസപ്പ മറ്റുള്ളവരെ ചിരിപ്പിക്കൽ തുടങ്ങി. ഇപ്പൊ എല്ലാരും ചിരിപ്പിക്കാൻ പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരില്ലേ. അതായത് ഒരു ഇഷ്ടം കൊണ്ടുള്ള ഒരു ചിരി. ശരിക്കും ഇയാള് വന്നതേ ഞങ്ങള് നടക്കാൻ പോയിരുന്നു. അപ്പൊ അതില് ഞാനാണ് കുറച്ച് ചെറുതുന്ന, ബാക്കിയുള്ളവരൊക്കെ ഇവരെ കിടക്കാരാ പ്രായം. അപ്പൊ അവരുടെ കൂടെ അങ്ങനെ നടക്കുമ്പോ ഓരിങ്ങനെ പറയും നമ്മുടെ ഒന്ന് ഓർക്ക് അങ്ങനെ സ്ഥിരമായിട്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊന്നല്ല. എന്നാലും അവര് എന്താ അഭിനയിക്കാനുള്ള താല്പര്യമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ എന്താ ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നില്ലത് ആർക്കും അറിയില്ല. അതാണ്. അപ്പൊ അവർക്ക് ഒരു വട്ടം അഭിനയിച്ചു കഴിഞ്ഞാല് എന്താ അവർക്കൊരു ഇഷ്ടമാണ്. കാരണം അവരുടെ കുടുംബക്കാരൊക്കെ വീഡിയോ കാണും. കാരണം അവർ വീഡിയോ അപ്പൊ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇടക്കിടക്ക് ഒന്നൊന്നല്ല ഞങ്ങൾ ഇടക്കിടക്ക് അംസപ്പയുണ്ട്, കൂടാതെ വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ചെയ്തു. അപ്പൊ അതില് ഒന്നുകൂടി എനിക്ക് എന്താ സെലക്ട് ആക്കിയത് അംസപ്പാനെ. ഓ അങ്ങനെ സെലക്ട് ചെയ്ത ഒരു 4-5 ആളെ കൂട്ടത്തിത്തെ ഒരാള് മാത്രമേ അംസപ്പ. പക്ഷെ അത് കമന്റിലുള്ള ആൾക്കാർ തന്നെ അത് എടുത്ത് പറയല് തുടങ്ങി. ആ കാക്കാനെ വിടണ്ട. അത് അതിന് മുന്നേ ഞാൻ നോട്ട് ചെയ്തിരുന്നു. അല്ല അങ്ങനല്ല. ഇതിന്റെയൊക്കെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഫാറൂഖ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ 8 മണിക്ക് പരിപാടി നമ്മൾ നടത്താൻ കഴിഞ്ഞിട്ട് അതിനടി ഞങ്ങൾ മറ്റേ റീൽസ് ചെയ്യുകയും ചെയ്യും. 10 മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും അല്ലേ. 10 മണിയാകുമ്പോൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങള് ട്രെൻഡിങ് വീഡിയോ ചെയ്യാ. അപ്പൊ അതില് വേറെ ആൾക്കാർ ചെയ്യണതിന് മുന്നേ ചെയ്യാം. എന്റെ വീഡിയോ ഞങ്ങൾ ചെയ്തില്ലേ? ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്തില്ലേ? ചെയ്തില്ലേ? കാണാനുള്ള തോരാന്ന് പറഞ്ഞിട്ട് 2 തെരണെന്ന് വിചാരിച്ചിരിക്കും ഞങ്ങള്. ആണല്ലേ? മമ്മൂന്റെ നിങ്ങൾ മമ്മൂന്റെ പെണ്ണാണിത്. ശരി, അതാണ് അവളെ ഞാൻ കാണാതിരിക്കായിരുന്നല്ലേ. എന്നെ ഏറെ കയറ്റി പിടിച്ചിട്ടിട്ട് ഇവിടെ ഇരുന്ന് ചിരിക്കുക. അല്ല നല്ല ഏറെ കയറിയതിനു ശേഷമാണ് ഞങ്ങൾ ചെയ്തത്. ഇത് നോക്കണ നമ്മൾ അതേമാതിരി തന്നെ ചെയ്തു. പക്ഷെ മമ്മൂന്റെ കെട്ടില്ലേ ഉള്ളിലും കാണാൻ അല്ലേ? ആ ഒരു തടിയും ആ ഒരു ഇതും എല്ലാം കണ്ടും ഓക്കെയാ, സെറ്റാ. അത് ഓരോ കഥാപാത്രം ആകുമ്പോ ഞങ്ങൾ അങ്ങനെ ആക്കി എടുക്കണം. മേക്കപ്പ് അല്ലേ? മേക്കപ്പ് അല്ല നമുക്ക് മമ്മൂന്റെ ഇതൊക്കെ കൊടുക്കും. വല്ലാതെ സെറ്റപ്പ് കോസ്റ്റ്യൂം അങ്ങ് കൊടുക്കും, അല്ലാതെ അങ്ങ് സെറ്റ് ആയിക്കോളും അല്ലേ? ഓക്കെ. ശരിക്കും നിങ്ങളും ലാല ടീമൊക്കെ ഒന്നല്ലായിരുന്നോ? ഒരുമിച്ചല്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ട് രണ്ട് ടീമായി മാറി? പിന്നെ അവന് എന്താ സ്വന്തമായിട്ട് ചെയ്യല. ഞങ്ങള് പറഞ്ഞിരുന്നു എന്താ സ്വന്തമായിട്ട് ആദ്യം ഞാനും ഫാറൂഖാണ് വീഡിയോ ചെയ്ത് തുടങ്ങിയത്. അങ്ങനെ പിന്നെ അതിക്ക് ലാല വരും. ഇത് അത് ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ലാല വരുന്നത്. അങ്ങനെ ലാല വന്ന് ഇതേമാതിരി തന്നെ അംസപ്പാന്റെ മാതിരി തന്നെ വന്ന് പിന്നെ അങ്ങനെ സെറ്റായി. പിന്നെ ഓനക്കും സെപ്പറേറ്റ് വീഡിയോ വരൽ തുടങ്ങി, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ. അപ്പൊ ഓനും ചെയ്യൽ തുടങ്ങി. അപ്പൊ പറഞ്ഞു എങ്ങനെയും രക്ഷപ്പെടാൻ നോക്ക്. കാരണം ഇത്രയും ആൾക്കാര് കൂടി കഴിഞ്ഞാല് എന്താ ഇപ്പൊ ഞങ്ങളൊരു ടീം പ്രൊമോഷൻ വിളിച്ചു എല്ലാവർക്കും ഓരോക്കെ ഉണ്ടാവില്ല. ഞങ്ങളെന്താ പറഞ്ഞാ ഞങ്ങള് ഓൾറെഡി കേറാതെ വീഡിയോ ഞങ്ങളത് വൈറലാണെങ്കിൽ പോലും ഞങ്ങൾ അപ്പോഴും അവരെ തട്ടിലെ പോയിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഓന് പറഞ്ഞു ഒന്നുകൂടി മുന്നോട്ട് കയറണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് കേറിക്കോ, കുഴപ്പമില്ല. ഒന്നുകൂടി ഞങ്ങളൊപ്പം കൂടി എഴുതിട്ട് ഞങ്ങള് വലുതാവണമില്ല ചെറുതാവണമില്ല. പക്ഷെ ഓന് ആ കുഞ്ഞാപ്പൂന്റെ ഒപ്പം കൂടിയപ്പോ വലുതായി. പക്ഷെ ആളുകള് നേരെ തെറ്റിദ്ധരിച്ചു. ആളുകൾ പറഞ്ഞു എന്താ ഓനെ കണ്ടുപടി, ഓനങ്ങള് ഒഴിവാക്കിയോണ്ട് ഓൻ രക്ഷപ്പെട്ടു, അങ്ങനെയൊക്കെ അവര് പറഞ്ഞു. ഞങ്ങൾ എന്ത് വീഡിയോ ചെയ്താലും അത് ഓല് ചെയ്യുന്ന വീഡിയോ അല്ലേ, ഓല് ചെയ്യുന്ന വീഡിയോ ആണ്. അങ്ങനെ ഞങ്ങളീത്തെ
കമ്പാരിസൺ വന്നു തുടങ്ങി. ഞങ്ങളിപ്പം ചെയ്തിരുന്ന സാധനം ഓൻ്റെ ചെയ്തിട്ട് അതാണ് വൈറലായി. പിന്നെ ഞങ്ങള് ഈ ഭാഗം ചെയ്യുമ്പോ അവര് പറയും ഇത് ഓന്റെ കോപ്പി. അപ്പൊ ചിലപ്പോ ആളുകള് ഞങ്ങള് ഒപ്പം ഉണ്ടായിരുന്നപ്പോ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. പിന്നീട് സെപ്പറേറ്റ് കാണുന്നത്. പക്ഷെ ആക്ച്വലി അങ്ങനെയൊന്നും അല്ല. അങ്ങനെ കുറെ ടൈമാണ് ഇപ്പൊക്കെ ഞങ്ങള് ലാലിനൊപ്പം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഹംസപ്പയും വരുന്നത്. അതെ ഇവർ തമ്മിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുഴപ്പമില്ല അല്ലെ. സെറ്റ്. ഇപ്പൊ അടുത്ത് ഞങ്ങള് നെസ്റ്റോന്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നല്ലോ. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളൊരു എല്ലാരും കൂടി വന്നിട്ട് അതെന്താ അത്രയും വലിയ ടീമിനെ വിളിക്കാൻ കഴിയുള്ളൂ. കാരണം ഓന്റെ പേയ്മെന്റ് സത്യം ഇപ്പോഴും ഞങ്ങള് പറയും അവരെ വിളിക്കണേന് കുഴപ്പമില്ല, പക്ഷെ സെപ്പറേറ്റ് പേയ്മെന്റ് ആവുന്നില്ല പറയും. അത്രയും പേയ്മെന്റ് ആകുമ്പോ അത്രയും വലിയ ബ്രാൻഡ്സിനെ അവരെ വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ അവർക്കും കൂടി കൊടുക്കുമ്പോ. മറ്റേത് പറഞ്ഞാല് ഓന് എന്താ പുതിയത് വന്ന ഒരു ചെറിയ ആക്ടർ ആയിരുന്നു. അന്ന് ഓനക്ക് ഒരു 5000 3000 ഒക്കെ കൊടുത്താൽ മതിയെന്ന്. ഇപ്പൊ അവനൊക്കെ വലിയ ആളായില്ലേ. അപ്പൊ അവർക്ക് അവരെ റേഞ്ചില് കൊടുക്കണം. കൂടെ തന്നെ ഉണ്ട്. പക്ഷെ കുഞ്ഞു മക്കൾക്ക് കുറച്ചും കൂടി അവരോട് അതൊക്കെ ഒന്ന് കുഞ്ഞാപ്പു അതിൽ വലിയൊരു ഫാക്ടറാ. മക്കളെ അതിൽ പിടിക്കാൻ വേണ്ടി പേര് വരെ അറിയാലോ, കുഞ്ഞാപ്പു. ഈവൻ മുടി വരെ അങ്ങനെ കെട്ടിയ കുട്ടികൾ പറയാം കുഞ്ഞാപ്പുന്റെ സ്റ്റൈൽ എന്നാ. മുടിക്ക് അങ്ങനെ വരെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ. അത് വലിയൊരു കാര്യമാണ് ശരിക്കും അല്ലേ? പറയൂ. തീർച്ചയായിട്ടും. അതെ, നിങ്ങൾ ഇങ്ങനെ മിണ്ടാണ്ടൊക്കെ ഇങ്ങനെ മിണ്ടണം ഇടയ്ക്കിടയ്ക്ക് അല്ലേ? ശരിക്കും ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്തെ കൊറേ പ്രാവശ്യം പറഞ്ഞു കൊടുത്ത് തെറ്റിക്കുന്ന കാരങ്ങളേല് കൂടുതൽ ഞാൻ തന്നെയാണ്. ഞാൻ എന്താ ചെയ്യലേ അറിയോ? ഞങ്ങള് രണ്ടാളേ എന്താ ക്യാമറ ഓൺ ആക്കി വെക്കുക. അയാള് തെറ്റി കഴിഞ്ഞിട്ട് പിന്നെയും ഓഫ് ആക്കിയിട്ട് ആക്ഷൻ ഒക്കെ പറയുമ്പോ പിന്നെയും ടെൻഷൻ കയറുക. അപ്പൊ ക്യാമറ ഓൺ ആക്കിയാണ് വെക്കും. അതില് ആ ഡയലോഗ് പറയും തെറ്റി, പിന്നെയും പറയും. അങ്ങനെ ചെയ്ത് ലാസ്റ്റ് തന്നെ ശരിയാവും. അപ്പൊ ആ ലാസ്റ്റ് തന്നെ എടുത്തു പറയും. കട്ട് ചെയ്യാതെ എടുത്തിട്ട് ഇപ്പൊ ഐഫോണിൽ എടുക്കണെച്ചെങ്കിൽ അപ്പൊ തന്നെ അതില് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെ എന്താ എഡിറ്റില് അപ്പൊ തന്നെ അതാണ് ചെയ്ത് വെക്കും. അല്ലെങ്കിൽ അതൊക്കെ അത് ചിലപ്പോ കൂടുതൽ ഇംഗ്ലീഷ് ഒക്കെ പറയണ്ടല്ലോ, അത് എനിക്ക് പെട്ടെന്ന് അതെത്രയാണ് ചിരി നോക്ക്. അതിന്റെ മുഖമൊക്കെ ഇവിടെ ചകക്കുന്നത് ബ്ലഷ് ഇട്ട പോലെ. ഈ പേരക്കുട്ടികളൊക്കെ ഇല്ലേ? ഒരാളുണ്ട്. അവരെന്താ പറയാ വല്യപ്പന്റെ അല്ല കുഞ്ഞു ബേബിയാ. ആയില്ല നീ കൊറേ വല്യപ്പനും കൊണ്ട് സ്കൂളിലേക്ക് ഒരു പോക്കിട്ട് വിട്ടി അല്ലേ? ആ തോളിലങ്ങനെ കയറ്റിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിങ്ങനെ പോകുമ്പോ രസമാണ്. ശരിക്കും ഇപ്പൊ എല്ലാവർക്കും ഓരോരോ ഫാൻ ബേസ് ഉണ്ട്. മുനീർക്കൊക്കെ ഉണ്ട്, ഫറൂഖൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ പേര് ഞാൻ വീണ്ടും വിട്ടു. എനിക്ക് എന്താ അറിയില്ല, എനിക്ക് എസ്തപ്പാന്നേ കിട്ടുന്നുള്ളൂ. ഹംസപ്പ. അപ്പൊ അങ്ങനെ ശരിക്കും കുറെ ഇൻഡിവിജ്വൽ ആയി തുടങ്ങി. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞങ്ങൾ ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യട്ടെ, അങ്ങനെ ഒരു തോന്നൽ വരാൻ എപ്പോഴെങ്കിലും നിങ്ങൾ നോക്കുവോ? എനിക്ക് എന്തായാലും ആ തീരുമാനം വരൂല. നമ്മൾ ഒറ്റക്ക് ചെയ്യാന്നില്ല തീരുമാനം എനിക്ക് വരില്ല. അല്ല ഞാന് പറയലുണ്ട് ഹംസമാനോട്, നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ടീം വിളിക്കുകയാണെങ്കിൽ പോയിക്കോളൂ. ഇപ്പൊ നാസറാക്കാന്റെ കൂടെ ഇപ്പൊ 3 റിസോർട്ട് പോയി ചെയ്തു വന്നു. നമ്മളാരെയും പിടിച്ച് നിർത്തലില്ല. ഞാൻ പോണ മുന്നേ വിളിച്ച് ചോദിക്കും എന്താ നാളെ നാളെ പരിപാടി ഉണ്ടോ ചോദിച്ചിട്ട് ഞങ്ങൾ അരി ഗോഡൌണിലായിരുന്നപ്പോഴും അവിടുത്തെ മുതലാളി ഞങ്ങളെ പിടിച്ചു വെച്ചില്ല. കാരണം അവരോട് ആൾക്കാരെ പറയും ആ ചെക്കന്മാര് എന്താ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ആ ഒരു ഗോഡൌണില് ഒതുക്കുമെന്നൊക്കെ ചിലപ്പോ ചോദിക്കുന്നുണ്ടാവും. അപ്പൊ ഓര് പറയും അടാ ഈ പണി എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, നിങ്ങൾ വേണമെങ്കിൽ രക്ഷപ്പെട്ടോളിന്ന്. ആ സാധനം തന്നെ ഞങ്ങളും പറയും. ഞങ്ങളെ കൂടെ പുതിയ ആൾക്കാർ വന്ന് വൈറലായി കഴിഞ്ഞാല് ഇനി വേറെ നിങ്ങൾക്ക് ഇതിലേറെ മെച്ചം കിട്ടുന്നുണ്ടെങ്കിൽ പൊയ്ക്കോളുണ്ടെന്ന് പറയും. ലാലിനോട് പറഞ്ഞ പോലെ. അങ്ങനെ ലാല രക്ഷപ്പെട്ടു. ഇനിയിപ്പൊ ഞങ്ങളിപ്പോ പോയി കഴിഞ്ഞാല് ആ ഒരു ലെവലിൽ ഞങ്ങള് ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അത് എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. ചില ആൾക്കാര് എന്താ ആമയും മത്സരത്തെ പോലെ സ്പീഡിലാണ് പോയിട്ട് ആണ് പോകും. ഞങ്ങൾ 10 കൊല്ലായിട്ട് എന്താ ആമേന്റെ പോലെ എഴഞ്ഞ് ഇപ്പൊ 7 ലക്ഷം കഴിഞ്ഞു. വിജയം ഞങ്ങൾ ഉറപ്പിക്കും അല്ലേ? മെല്ലെ മെല്ലെ പോയാലും ഞങ്ങൾ ട്രെൻഡിന്ന് പോവാൻ ഞങ്ങള് സമ്മതിക്കൂല. അത്യാഗ്രഹമൊന്നുമില്ല. ഞങ്ങൾ ഇത്ര വരെ എത്തിയത് ഞങ്ങൾ സത്യം പറഞ്ഞാല് ഇങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇതുവരെ ഞങ്ങൾ എത്തിയിട്ടുള്ളത്. ഞങ്ങള് ജസ്റ്റ് വെറുതെ രസത്തിന് ഞങ്ങളുടെ സന്തോഷത്തിന് മാത്രമാണ് വീഡിയോ ചെയ്തു തുടങ്ങിയത്. ഇങ്ങനെ വൈറലാവുന്നോ ഇങ്ങനെ ഒരാളാവുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വരുന്നോ ഒന്നും ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പൊ ഞങ്ങള് ലോട്ടറിയാണ്. ഞങ്ങൾക്ക് അതില് സന്തോഷം.
അത് മതി ഞങ്ങക്ക് അതിലങ്ങനെ പോയാൽ മതി. അല്ല ശരിക്കും നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തതാ അല്ലെ, നല്ല നയിച്ചിട്ടൊക്കെ, മീൻസ് നയിപ്പൊന്നും ഉദ്ദേശിക്കുന്നതല്ല കേട്ടോ, പണിയെടുക്കൂലേ, അതിനെന്താ പറയാ, ഞാൻ ഉദ്ദേശിച്ച ഞങ്ങളെ നാട്ടിലൊന്നും അയച്ചു അധ്വാനിച്ചിട്ട് മലപ്പുറം കോഴിക്കോടൊക്കെ വരെ അധികം നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഈ ഇതിന്റെ ഒക്കെ വീഡിയോ ചെയ്യുന്നവരുടെ ഇടയിൽ വരുന്നത് അധ്വാനിച്ച് തിന്നൂടെ എന്നുള്ളത്. ശരിക്കും ഞങ്ങളത് ഒരു അധ്വാനം തന്നെയാണ്, മനസ്സിലാവില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയാം ആ ഒരു വോക്കിന്ന് അതിന് ഞാൻ അങ്ങനെയല്ല മറുപടി പറയല്ലേ. ഞാൻ പറയും ഞങ്ങൾക്ക് പണിക്ക് പോവാൻ സൗകര്യം ഞങ്ങൾ ഇതിന്റെ രസം പിടിച്ചു കഴിഞ്ഞു. ഞാൻ പറയും ഇത്രയും ലക്ഷങ്ങളൊക്കെ കിട്ടുമ്പോ ആരെങ്കിലും ഇനി 500 റുപ്യന്റെ ഒക്കെ പണിക്കൂർ ചങ്ങായി, ഞങ്ങൾ അത് കൊറേ പോയതാണ്, ഞങ്ങൾക്ക് മടുത്തു. ഞങ്ങൾക്ക് കൊറേ പൈസ 2-3 കൊല്ലം എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു ഇതിക്ക് എത്തിയിട്ടുള്ളത്. അതാർക്കും അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് വന്നിട്ട് വൈറലായി വന്ന ഒരാൾക്കാരല്ല ഞങ്ങൾ 2-3 കൊല്ലം വീഡിയോ ചെയ്ത് സ്ഥിരമായിട്ട് ചെയ്ത് വന്നിട്ടാണ് വൈറലായത്. പക്ഷെ ഈ വൈറലായതിനു ശേഷം ഞങ്ങൾ പിന്നെ ഒരു 2 കൊല്ലത്തെ വീണ്ടും പണിയെടുത്തിട്ടുണ്ട് അവിടെ തന്നെ. കാരണം ഞങ്ങൾക്ക് ഇത് വരുമാനം ഉണ്ടാക്കേണ്ട എങ്ങനെയാന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ കുറെ അന്നത്തെ ടൈമിലൊന്നും ഇൻസ്റ്റാഗ്രാം ഇല്ല, ടിക്ടോക്ക് മാത്രമേ ഉള്ളൂ. അതിൽ ടിക്ടോക്കിൽ പരസ്യം അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റില്ല. അന്ന് ചെയ്ത ഫോൺ നമ്പർ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പോകും. അപ്പൊ ആകെ ഇവർക്ക് വേണ്ട ഫോൺ നമ്പറാണ്. അപ്പൊ ഞങ്ങള് വിളിക്കും ആൾക്കാര്. അപ്പൊ ഞങ്ങൾ പറയും ഫോൺ നമ്പർ വെക്കാൻ പാടില്ല, അത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിലീറ്റ് ആയി പോകും. സ്ഥലം കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അതൊക്കെ പറ്റും. എന്നാ തന്നെ വല്ലാതെ ഇവർക്ക് മനസ്സിലായാൽ തന്നെ വ്യൂസ് പോകും. അങ്ങനെയൊന്നും ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഞങ്ങള് ദുബായി പോയിട്ട് അവിടുത്തെ വീഡിയോ ചെയ്തില്ലേ, അതില് തോക്കിന് വരെ ഇങ്ങനെ കൈകൊണ്ട് കാട്ടി ചെയ്യാം. ടിക്ടോക്ക് വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? തോക്കോ കത്തിയോ എന്ത് കാട്ടിയാലും അന്നാ വീഡിയോ ഔട്ടാവും. അങ്ങനെയായിരുന്നു, അങ്ങനത്തെ ഒരു കാലമായിരുന്നു അത്. ഇപ്പൊ അങ്ങനൊന്നുമില്ല. ശരിക്കും നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിന് ഇൻസ്റ്റാഗ്രാം എന്താന്ന് ആദ്യം അറിയായിരുന്നോ? അറിയില്ല. ഇപ്പൊ എന്താ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാ? ഹംസപ്പ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ഇറങ്ങുമ്പോഴാണ് അറിയാം. അല്ലാതെ ഹംസപ്പാക്കനോട് ഹംസപ്പാക്ക് കഥ അറിയണ്ട, ഒന്നും അറിയണ്ട, എനിക്കൊന്നും അറിയണ്ട. രണ്ടാമത് വിളിക്കും, ഇങ്ങനെ എന്നാ സ്ഥലത്ത് ഇതുണ്ട് അറിയും, ഒരു ഇതേമാതിരി ചെയ്യാൻ പറഞ്ഞാൽ ഓക്കെ അതേമാതിരി ചെയ്യാ, ഞാൻ പേരേക്കാണ് പോവാ. പിന്നെ ഇറങ്ങുമ്പോഴും ഇപ്പൊ ഇൻസ്റ്റയില് ട്രെൻഡിങ് ആയ വീഡിയോ ആണെച്ചെങ്കിൽ ഹംസപ്പാക്ക് മനസ്സിലാവുന്നില്ല. വല്ല രാഷ്ട്രീയപരമായിട്ടില്ലാണെങ്കിൽ ഹംസപ്പ ചിലപ്പോ കാണുന്നുണ്ടാവും, വാർത്തയിലൊക്കെ കാണുന്നുണ്ടാവും, അപ്പൊ ആൾക്ക് മനസ്സിലാവുണ്ടാവും. അല്ലാതെ ഒരുപാട് ട്രെൻഡിങ് വീഡിയോ ഞങ്ങൾ ഹംസപ്പാന്റെ ഒപ്പം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എന്താന്ന് അറിയില്ല, വൈറലാവും ചെയ്തിട്ടുണ്ട്. ഹംസപ്പ ശരിക്കും ഈ ആളുകൾ എന്താ ചോദിക്കാ, നിങ്ങൾ എന്താ ഇങ്ങനെ വന്നിട്ട് ആളുകൾ എന്താ പറയാ, മറ്റേ എന്താ ചോദിക്കാ, അല്ലേ? ഇപ്പൊ നിങ്ങളെ പ്രായമുള്ള ചിരിപ്പിക്കുന്ന ആളാ വരുന്നു, വലിയൊരു കോംപ്ലിമെന്റ് അല്ലെ, ചിരിപ്പിക്കാൻ നമ്മളെ ചിരിപ്പിക്കുന്ന ആളാ വരുന്നു. അതേ പറയാം, ചിലരെ പേരിട്ടാത്ത പറയാ ചിരിപ്പിക്കുന്ന ആളല്ല. നിങ്ങളെ കുറെ ആൾക്കാരുണ്ടാവല്ലോ, നിങ്ങളെ സമപ്രായക്കാര്, വലിയ പ്രായം ഉണ്ടെന്ന് പറയല്ല കേട്ടോ. ശരിക്കും എത്ര വയസ്സായി? എനിക്കോ 56. അയ്യോ എങ്ങടാ, 56 വയസ്സേ ഉള്ളൂ. ഈ കുമ്പൊക്കെ ഉണ്ടായതുകൊണ്ടാ കുറച്ച് വയസ്സ് കൂടി. ഹംസപ്പാന്റെ പഴയ ഗൾഫിലത്തെ ടീമിനെ കാണാൻ ഞങ്ങള് ദുബായിക്ക് പോയിരുന്നു. ദുബായിൽ അന്ന് പ്രൊമോഷൻ കിട്ടിയപ്പോ അവിടെ മീൻ മാർക്കറ്റിലായിരുന്നു. എന്നിട്ട് അതിന്റെ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇട്ടിരുന്നല്ലോ. അവിടെ മീന്റെ പരിപാടി ഹംസപ്പാന്റെ ഇതില് സെർച്ച് ചെയ്തൊക്കെ കാണാം. അവിടുത്തെ പഴയ ടീമും അറബികളൊക്കെ വന്നിട്ട് ഹംസപ്പാനെ കെട്ടിട്ട് വലിയ ആളാ ശരിക്കും. 28 വർഷം ഞാൻ അവിടെ ജോലി ചെയ്താണ്. അറബികൾക്ക് ഒരു അവർക്ക് മീനാണ് മെയിൻ. അറബികൾക്ക് നല്ല മീനൊക്കെ മുറിച്ചു കൊടുക്കും. മുറിച്ചു കൊടുക്കാം, നമ്മൾ തൂക്കി കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ടുപോകും, മുറിച്ചോ വേറെ സ്ഥലത്ത് കൊടുക്കുക. കട്ട് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ടാവും, അതേ കൊടുക്കും. എപ്പോഴെങ്കിലും പഴയ ലൈഫിലേക്ക് തിരിച്ചു പോകണം തോന്നിയിട്ടുണ്ടോ? സാധാ ഒരു പൂജയൊക്കെ ഉണ്ട്, നോക്കട്ടെ. അതായത് മീൻ മുറിച്ച് ഇതുപോലെ അല്ല, മീൻ മുറിക്കണല്ല, നമ്മളെ മാർക്കറ്റും കടലും തൊട്ടാണ്. അപ്പൊ ഈ കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് നമ്മള് ഇവിടേക്ക് കൊണ്ടുവരും. അവിടെ നമ്മൾ ലേലം ചെയ്ത് നമ്മൾ എടുക്കും. ലേലം ചെയ്താൽ ലേലം ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് അപ്പൊ നമ്മളെ കടലിൽ പിന്നെ നമ്മള് ലേലം ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കടയിൽ കൊണ്ടിടും. നമ്മള് ആ പറഞ്ഞ പൈസക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഹംസപ്പക്ക് ആഗ്രഹമുണ്ട് തിരിച്ച് ആ ഇതിൽ പോവാൻ. നിങ്ങൾക്ക് രണ്ടാക്കും ആഗ്രഹമുണ്ടോ? ഞങ്ങള് അധ്വാനിക്കണ പ്രശ്നമല്ല. ഞങ്ങൾ സത്യം പറഞ്ഞാല് ആ ടൈമില് അത്യാവശ്യം നല്ല ജോലി എടുത്തിട്ടുണ്ട്, നല്ല ഇടങ്ങേറായിട്ടുണ്ട്. ഒരു ഇത് സത്യം പറഞ്ഞാല് മുട്ടുവേദന, പുറം വേദന, കാരണം അരി അയറ്റാണ്. അരി അതെ, 50-ന്റെ ഉണ്ട്, 35-ന്റെ ഉണ്ട്, 40-ന്റെ ഉണ്ട്, പിന്നെ 25-ന്റെ ഉണ്ട്. മന്തിയരിയും കപ്സ അങ്ങനത്തെ അരികളൊക്കെയാണ്. സാധാ അരി കുറവായിരുന്നു. അപ്പൊ അതേ ആറ്റിലാണ് ഞങ്ങക്ക് പരിപാടി. ഞങ്ങള് പറഞ്ഞാല് ഒരു കണ്ടെയ്നർ വരിക, കണ്ടെയ്നറിന് ഞങ്ങൾ റൂമിക്ക് ഇങ്ങനെ ഇതേമാതിരി ആണെന്നുണ്ടെങ്കിൽ റൂമിക്ക് ഇങ്ങനെ വെക്കും, പലക വെക്കും. ആ പലകമ്മ കൂടി നടന്നിട്ട് ഞങ്ങൾ അത് അട്ടിയാക്കിയിട്ട് ഞങ്ങൾക്ക് അത്
25-ന്റെ അട്ടിയൊക്കെ ഇടണം, മോൾക്കാക്കിട്ട് ഹൈറ്റ് ആയിട്ട് ഞങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ ഇടണം. അത് സ്റ്റെപ്പ് ആയിട്ട് ഒരു ഇപ്പൊ റൂമാണെന്നുണ്ടെങ്കിൽ ആ റൂം മൊത്തമായിട്ട് ഇടണം സ്റ്റെപ്പായിട്ട്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ല നയിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ വരെ എത്തി. ഇങ്ങനെ കാലം ഞങ്ങളൊന്ന് ആഘോഷിക്കട്ടെ അല്ലേ? ഇനിയിപ്പോ എന്താ ഞങ്ങൾ സന്തോഷിക്കുക? ഇന്നിപ്പോ നാളെ ഞാനാണോ ഓനാണോ മറ്റോനാണോന്ന് അറിയില്ല. നമുക്ക് ആഘോഷിക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ ആഘോഷിച്ചില്ല. പിന്നെ നമ്മൾ ഇത്രയും നല്ലൊരു അവസരം പടച്ചോൻ തന്നിട്ട് എന്താ ഇവര് വാക്കും കേട്ടിട്ട് പണിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവില്ല. എന്നോട് ഇപ്പൊ പറയും ഈ ആദ്യം പണിക്ക് പോടി, ഞാനും പോവില്ല. വാർക്കിനെ പ്രത്യേകിച്ച് എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല നമുക്ക് കിട്ടിയിരിക്കണത്. എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ല. നമുക്ക് കിട്ടുന്ന ആൾക്കാര് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന മാതിരി യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഞങ്ങള് മാക്സിമം യൂസ് ചെയ്തു. പിന്നെ ഞങ്ങളെ കൂടെ വന്ന കുറെ ആൾക്കാർ വൈറലാക്കി. ലാലാണെങ്കിലും അംസപ്പയാണെങ്കിലും പിന്നെ ബാവാറുണ്ട്, ഷിക്കൊക്കെ ഞങ്ങളപ്പം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾ പോപ്കോൺ ടീം ഉണ്ടായിരുന്നു. ഓലൊക്കെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ. ഞങ്ങളപ്പം വീഡിയോ ഇപ്പൊ ചില ആൾക്കാർ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഓലൊപ്പം വീഡിയോ സമ്മതിക്കൂല, ഓല് മാത്രമേ ചെയ്യുള്ളൂ. ഞങ്ങൾ അങ്ങനത്തെ ആക്കിയിട്ടില്ല. ഞങ്ങള് ആ വീഡിയോ ചെയ്യണമെന്ന് വരുന്ന ആൾക്കാരെ ഞങ്ങള് പണ്ടും ഇപ്പോഴും കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊന്നല്ല, ഇതിൽ കുറച്ചൊക്കെ ചെറിയ മിഡിലായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓലൊക്കെ ഞങ്ങളിപ്പോ വന്ന് വീഡിയോ ചെയ്ത ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ഞങ്ങള് സപ്പോർട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പോഴും എടുക്കണ്ടല്ലോ ആൾക്കാരെ. ഞങ്ങളെ വീഡിയോ നോക്കി കാണാം, അതിൽ കുറെ ആൾക്കാരുണ്ട്. ഫാറൂഖ് എടുക്കുന്ന ഞാൻ എടുക്കും. അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കും. ഫാറൂഖ് എടുക്കണ്ടേ ഞാൻ എടുക്കും, അല്ലാതെ ഞാൻ എടുക്കൂല. ശരിക്കും അങ്ങനെ ചിന്തിച്ചൂടെ? വൈഫ് ഇവിടെ ഇട്ടിട്ട് ചെറിയ ഇടക്കൊക്കെ എപ്പോഴേലൊക്കെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ പരസ്യമൊക്കെ ചെയ്യാൻ പോകുമ്പോ അവിടുത്തെ സ്റ്റാഫ് അങ്ങനെയൊക്കെ ചെയ്യും. അല്ലാതെ ഇപ്പൊ പ്രോപ്പറായിട്ട് അങ്ങനെ ആരും അങ്ങനെ എടുക്കുന്നില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളൂ, അല്ലാതെ പ്രോപ്പറായിട്ട് ഞങ്ങളപ്പം പോണ ഒരാളില്ല. അല്ല ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ ബോയ്സ് അയക്കുന്ന അത്ര തന്നെ ഗേൾസ് വായിക്കുന്നുണ്ടാവുമല്ലോ. ഒരു റീലിട്ട് വൈറലാവാൻ താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അങ്ങനെ കുറെ വരാറില്ലേ എന്നാ ഞാൻ ചോദിക്കുന്നത്. ഉണ്ട്, ചിലത് നമ്മളോട് ചോദിക്കലുണ്ട്. അത് ചിലത് പറഞ്ഞാല് നമുക്ക് ഇപ്പൊ നമ്മോട് ചോദിക്കല് പൊതുവെ തൃശ്ശൂരുള്ള ഒരാൾക്കാര് അങ്ങനെ പുറത്തുള്ള ആൾക്കാരാണ് മെയിൻ ആയിട്ട് ചോദിക്കല്. അപ്പൊ നമ്മളിപ്പോ ഒരു വീഡിയോ ഇപ്പൊ നമ്മൾ പെട്ടെന്നാണ് നമ്മളൊരു വീഡിയോ നിൽക്കുക, ആ ടൈമിൽ പോലെ വിളിച്ചാൽ നമുക്ക് കിട്ടൂല. ഞങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടി കഴിഞ്ഞാലേ അത് എടുത്തേക്കൂല, അപ്പൊ ചെയ്യണം. ഞങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കണ്ടന്റ് പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഇപ്പൊ ലാല ഒരു ടീമിന്റെ കൂടെ ഉണ്ടല്ലോ, ഒരു ഗേളില്ല, അവരുടെ പേര് കുഞ്ഞോളോ കുഞ്ഞോളൂ. യെസ്, അതെ, ഗുഡ് നെയിം അതിനാണോ? നമുക്ക് അങ്ങനെ അല്ലേ അറിയുള്ളൂ. ഇവന്റെ പേര് നസീറാണ്, കുഞ്ഞാപ്പൂന്റെ അല്ലേ? എനിക്ക് കുഞ്ഞാപ്പൂനെ നല്ലോണം പേര് വെച്ച് നോക്കൂലല്ലോ, നമുക്ക് ഒരതാണ് അങ്ങനെ തന്നെ. ശരിക്കും എന്താ പേര് മാറ്റാന്? ഈ പേരിൽ തന്നെ ചെയ്യണം. അല്ല, പേര് നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ലേ? നാലാളെ അറിയട്ടെ ഞങ്ങളെ വെറുതെ ഏതേലും ഇല്ലാത്ത പേര് അംസപ്പൊക്കെ ഇപ്പൊ ആർക്കൊക്കെ അറിയാം അല്ലേ? കുട്ടികൾ കാണുമ്പോ എന്താ വിളിക്കുക? അംസപ്പ തന്നെ വിളിച്ചോ, ചെറിയ കുട്ടികൾ. ആള് മുതൽ കുട്ടികൾ വരെ അംസപ്പ. അപ്പൊ അച്ഛൻ അതിലൊരു ഇപ്പ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കുട്ടികൾ. അതുകൊണ്ട് ആർക്കും അംസപ്പാക്കും പ്രശ്നമല്ല. എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ഞാന് ഈ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ അംസപ്പാക്കൊന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ ഞങ്ങളെ കൂട്ടുകാരന്മാര് ആയിട്ട് ഇപ്പൊ ഞാനും അംസപ്പാന്ന് വിളിക്കില്ല. കാരണം ഞങ്ങള് ചെറുപ്പം മുതലേ കാണുന്ന ആളാണ് ഇയാളെ. എന്താ എന്റെ ചെറുപ്പം മുതലേ ഞാൻ ഇയാളെ കാണണേണ്. നല്ലൊരു ബഹുമാനത്തിലൊക്കെ പോയിന്ന ആളാണ്. ബഹുമാനം തെറ്റി. നിങ്ങൾ ഇനി ഇവിടെ മൂപ്പര കൂടെ ലീഡറാ അല്ലേ? ശരിക്കും നിങ്ങൾ ആലോചിച്ച്, അന്ന് നിങ്ങൾ കുട്ടി, മൂപ്പര അന്നേ ഗൾഫ് അല്ലേ? ഭാവിയിൽ ഗൾഫ് പോയി ഞങ്ങളെ ഇതിലൊരു വർക്ക് എടുക്കുന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു അല്ലേ? ഞാനിപ്പോ എന്താ ഇവനൊക്കെ അവനൊക്കെ വാട്ടർ ഓടിക്കുന്ന സമയത്ത് ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ ലീവിന് വരുമ്പോ ഇവനൊക്കെ വിളിച്ചു പോയിരുന്നു. അതായത് നട്ടപ്പതിരൊക്കെ വിളിച്ചാലും അവൻ വരും കേട്ടോ. മൂപ്പര ഗൾഫിലേക്ക് ഞങ്ങൾ വിട്ടിക്കുന്നോ? അല്ല, ആദ്യം ഞാൻ ഓട്ടോ ഓടിച്ചിരുന്നു. ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഓട്ടോ വിളിക്കുമ്പോ പോയെന്നല്ലേ പറഞ്ഞത്? അതെ അതെ, നട്ടപ്പാതിരൊക്കെ വിളിച്ചാൽ ഞങ്ങൾ വിചാരിച്ചോ ഈ ഓട്ടോ ഓടിക്കുന്ന ആളായിരിക്കും നാളെ? ഒരു ദിവസം എന്തോ കുട്ടിക്ക് സുഖമില്ലായിട്ടേ, കുട്ടിക്ക് അലർജി എന്തൊക്കെ പ്രശ്നം, മൂക്കൊക്കെ പാടക്കണ്ട. അപ്പൊ സാധാരണ ഈ രാത്രി വിളിച്ചു കഴിഞ്ഞാല് ചില വണ്ടിക്കാര് ഉറക്കഭ്രാന്തില് വരില്ല, എന്തേലും കാരണം പറയും. എനിക്ക് ശരിക്ക് എന്റെ വണ്ടിന്റെ ചാവി കാണാല്ല. അത് പറഞ്ഞു കഴിഞ്ഞാല് ഇവരെന്ത് കരുതും?
എന്താ ഞാന് ഉറങ്ങാൻ വേണ്ടിട്ട് പറയാണെന്ന് കരുതും. ഞാൻ ഒക്കെ റെഡിയായി. ഞാൻ എന്നിട്ട് അംസപ്പ രണ്ടാമത് വിളിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് എന്തായാലും ഞാൻ വരും, എന്റെ ചാവി കാണായിട്ടാണ്. പക്ഷെ ചാവി കാണായിട്ടാന്ന് എനിക്ക് പറയാൻ മടി, കാരണം അത് എല്ലാരും പറയണ ഒരു സംഭവമാണ്. അല്ലെങ്കിൽ വണ്ടിയിൽ എണ്ണല്ല എന്നൊക്കെ പറയും. അതില് ഞാൻ എങ്ങനെയൊക്കെ കിട്ടി. എന്നിട്ടാണ് പോയി. പിന്നെ കൊണ്ടാക്കിട്ട് തിരിച്ചു വരുമ്പോ ഞാന് ഓരോ ചെറുതായിട്ട് പകുതി ഉറക്കത്തിലാണ്. ഇയാളെ വീട് കഴിഞ്ഞിട്ട് പിന്നെയും പോയി. അതില് അംസബ് എഴുതി അപ്പുറത്ത് വേറൊരു കട്ടിങ്ങുണ്ട്, അതിൽ കൂടി കേറാനാന്ന് എഴുതി ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് വീണ്ടും പോയി. അതില് പറഞ്ഞേ അപ്പൊ ഞാൻ ഉണർന്നു. ആ ശരി. അപ്പൊ എന്ത് 2 മണി സമയത്തൊക്കെ ഉറക്കത്തിന്റെ സമയല്ലേ? പിന്നെ